2 വർഷത്തിനു ശേഷം വിദേശത്തു നിന്നും വന്ന അൻവർ വീട്ടിലെത്താൻ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കനത്ത ഇരുളിൽ കുളിച്ചു നിൽക്കുന്ന വീടിന്റെ ഉമ്മറത്തേക്ക് തപ്പിത്തടഞ്ഞുകൊണ്ട് അൻവർ കയറി. പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിക്കൊണ്ടവൻ ചുറ്റും നോക്കി. അവിടെ നിന്നും പതിയെ പിന്നാമ്പുറത്തേക്ക് നടന്ന അൻവർ അടുക്കള കോലായിൽ ആരോ ചുരുണ്ടുകിടക്കുന്നത് കണ്ട് ഒരു മാത്രം ഞെട്ടിപ്പോയി. അതൊരു യുവതിയാണെന്ന് മനസ്സിലാക്കിയ അൻവർ ആരാണെന്നറിയാൻ വെളിച്ചം ആ പെണ്ണിന്റെ മുഖത്തോടടുപ്പിച്ചു നോക്കി. അൻവറിന്റെ മിഴികൾ വലിയൊരു ഞെട്ടലോടെ വീർത്തു വന്നു. കൈകളിലിരുന്ന് ഫോൺ വിറച്ചുപോയി. തെന്നി തെന്നി മാറിക്കൊണ്ടിരുന്ന വെളിച്ചം ആ യുവതിയുടെ ഉറക്കത്തിനെ ഭംഗം വരുത്തി. അസ്വസ്ഥതയോടെ മിഴി തിരുമ്മി തുറന്നു നോക്കിയവൾ ഒരു നിമിഷം ശ്വാസം പോലും വിലങ്ങി അതേ കിടപ്പ് കിടന്നുപോയി. സെൽമ! അൻവർ ഓടിച്ചെന്ന് അവളെ വാരിപ്പിടിച്ചു. അവൾ ഉടുത്തിരുന്ന പഴകി ദ്രവിച്ച വസ്ത്രവും ആ ശരീരവും ഒരുപോലെ നനഞ്ഞു പോയിരുന്നു. ആ പെണ്ണ് ആർപ്പു കരഞ്ഞുകൊണ്ട് അൻവറിനെ പിടിവിടാതെ അമർത്തിപ്പിടിച്ചു. എത്രയമർത്തിപ്പിടിച്ചിട്ടും മതിയാവാത്തതുപോലെ. എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ മഴ പെയ്താൽ പോലും നനഞ്ഞു പോകുന്ന അടുക്കളക്കൊലായിൽ വന്ന് കിടക്കുന്ന സെൽമയെ ചുമരിനോട് ചാരു ഇരുത്തിക്കൊണ്ട് ദയനീയമായി നോക്കി. അവൾ ഉളിരുകൊണ്ട് വിറയ്ക്കുകയായിരുന്നു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം അവനെ വേദനിപ്പിച്ചു. നീ എന്തിനാണ് ഇത്രയും മോശം വസ്ത്രം ധരിച്ചത്? നിന്റെ ആവശ്യങ്ങൾക്കുള്ള പണം ഞാൻ ഉമ്മയുടെ കയ്യിലേക്ക് അയക്കാറുണ്ടല്ലോ, നീ വാങ്ങാറില്ലേ? സെൽമയുടെ അവസ്ഥ കണ്ട് അൻവർ അസ്വസ്ഥനായി. 2 വർഷം മുൻപ് ഇതേ വീട്ടിൽ നിന്നും പോകുമ്പോഴുള്ള സെൽമയിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നുപോയ ആ പെണ്ണിനെ കണ്ടവൻ മിഴിവാർത്തു. ഭാര്യയും ഉമ്മയും അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കണമെന്ന ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അൻവർ കടൽ കടന്നത്. ആദ്യമൊക്കെ സെൽമ എതിർത്തെങ്കിലും പിന്നീട് തന്റെ ആഗ്രഹങ്ങളിൽ അവളും ചേർന്ന് നിൽക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ എപ്പോഴും പ്രസന്നമായി നിൽക്കുന്നവളെ കണ്ട അൻവറിനിപ്പോൾ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കാൻ പറ്റാതെയായി. എന്തൊക്കെയോ നഷ്ടപ്പെട്ട് ഭാരം കുറഞ്ഞതുപോലെ അവന്റെ ശരീരം കനമില്ലാതായിപ്പോയി. കൂട്ടിയിടിക്കുന്ന പല്ലുകൾ അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ വിളിച്ചു. പറ സെൽമ, നിനക്കെന്താ പറ്റിയത്? ഈ കാണുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൻവർ ആ പെണ്ണിന്റെ കവിളിൽ ഉള്ളം കൈവച്ചു. അൻവറെ, നീ എന്താ ഇവിടെ? സുലൈഖ വിളറിയ മുഖം മറയ്ക്കാൻ പാടുപെടുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ മകനെ കണ്ട അവർ എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ ഒരു നിമിഷം കുഴങ്ങി. എന്താ ഉമ്മ ഇതൊക്കെ? അൻവർ ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ അവരൊന്ന് പേടിച്ചുപോയി. എനിക്കൊന്നും അറിയില്ലെന്ന പോലെ അവർ കൈമലർത്തി. നിങ്ങൾക്കറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. അൻവറിന് ദേഷ്യം കൂടി വന്നു. ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഇവിടെ നിന്നും പോയത്, എന്നിട്ട് എന്താ ഇതൊക്കെ? അൻവറിന് ഉമ്മയെ വിടാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. നീ എന്താ മോനെ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ എന്റെ മോളെ പോലെ അവളെ കണ്ട്, എന്നിട്ടും അവൾ ചെയ്തതെന്താണെന്ന് അറിയൂ? കള്ളങ്ങൾ ഓരോന്നായി പൊളിയുകയാണെന്ന് മനസ്സിലാക്കിയ സുലൈഖ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ചെയ്തേ? അൻവർ ഒറ്റ പിരികമുയർത്തി ഉമ്മയെ നോക്കി. ഈ അയക്കുന്ന പണമെല്ലാം ദൂർത്തടുപ്പിച്ച് നശിപ്പിക്കുകയാണ്. സുലൈഖ വിഷമം അല്പം പോലും ഇല്ലാതെ പറഞ്ഞു. എന്തിനാ ഉമ്മ ഇങ്ങനെ കളവ് പറയുന്നേ? സെൽമയുടെ തേങ്ങലിന്റെ അലകൾ പുറത്തേക്ക് വന്നു. ഞാൻ കളവ് പറയാണെന്നോ? മോനെ, നീ പോയി കഴിഞ്ഞപ്പോ മുതൽ ഈ പെണ്ണ് അഴിഞ്ഞാടി നടക്കേനു. ഞാനത് ചോദിച്ചപ്പോ ഇവൾ എന്നെ തല്ലി ഒരുപാട് ഉപദ്രവിച്ചു. ചിലപ്പോ പട്ടിണിക്ക് വരെ ഇട്ടു. നിന്റെ പണമെല്ലാം ഇവൾ അഴിഞ്ഞാടി തീർത്തു. സുലൈഖ നല്ലൊരു നാട്യക്കാരിയെ പോലെ അൻവറിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇല്ല, ഇതൊന്നും അല്ല സത്യം. നിങ്ങളെ ഉമ്മ കളവ് പറയുന്നതാ. സെൽമ സങ്കടത്തോടെ സുലൈഖ പറഞ്ഞതിനെ അണുനിമിഷം പോലും പതറാതെ നിഷേധിച്ചു. ഇവരാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. കണ്ടില്ലേ എന്റെ കോലം? ഇത്ര ദിവസമായി ഞാൻ പച്ചവെള്ളം പോലും കിട്ടാതെ ഇവിടെ കിടക്കുന്നതെന്നറിയോ? കഴിക്കുന്ന പണം എല്ലാം ഇവരാ വാങ്ങുന്നേ. ഒന്ന് വിളിക്കാൻ ഫോൺ പോലും തരാതെ എന്നെ എത്ര വിഷമിപ്പിച്ചെന്നറിയോ? എന്നിട്ട് ഇവര് പറയാ ഞാൻ അയിഞ്ഞാട്ടക്കാരിയാണെന്ന്. സെൽമ ഏങ്ങലുകളില്ലാതെ പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി. മോനെ, അവള് പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. സുലൈഖ വീണ്ടും അവനിൽ സ്വാധീനം ചെലുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരുന്നു. സെൽമ ചുവന്നു കലങ്ങിയ മീകളോടെ അൻവറിനെ നോക്കി. എന്നെ വിശ്വാസമില്ലേ എന്ന ചോദ്യം ആ നോട്ടത്തിലുണ്ടായിരുന്നു. അൻവർ ഉമ്മയെ രൂക്ഷമായി നോക്കി. അവർ മകനു മുന്നിൽ പകച്ചു നിന്നുപോയി. ഇനി നിങ്ങളൊന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാനും ഭാര്യയും ഇവിടെ നിന്ന് ഇറങ്ങുക.
അൻവർ സെൽമയെ ചേർത്തു പിടിച്ചപ്പോൾ അവൾ അവന്റെ തോളിൽ ചാരിക്കിടന്നു. മോനെ, സുലൈഖ ആവലാതിയോടെ അൻവറിനെ വിളിച്ചു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കുള്ള പണം മാസാമാസം ഇവിടെ എത്തും. കാരണം നിങ്ങൾ എന്റെ ഉത്തരവാദിത്യമായി പോയല്ലോ, അതുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എനിക്കാവില്ലല്ലോ. അൻവർ പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുലൈഖയോട് അത് പറഞ്ഞപ്പോൾ അവരാകെ ചൂളി നിന്നുപോയി. അൻവർ സെൽമയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും പോകുമ്പോൾ ഇനി ഒരിക്കലും തന്റെ പെണ്ണിനെ മറ്റൊരാൾക്കും വേദനിപ്പിക്കാൻ നിൽക്കില്ലെന്ന വാശിയായിരുന്നു ആ ഹൃദയം മുഴുവൻ.